നടൻ സതീഷ് വിടവാങ്ങി. മരണം വൃക്കകൾ തകരാറിലായതിനെ തുടർന്ന് ഹിറ്റ് ചിത്രങ്ങളിലെ തമ്പുരാന് വിട നൽകി താരങ്ങൾ. പ്രശസ്ത ബോളിവുഡ് താരം സതീഷ് ഷാ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംവിധായകൻ അശോക് പണ്ഡിറ്റാണ് ഇൻസ്റ്റഗ്രാമിലൂടെ മരണവാർത്ത സ്ഥിരീകരിച്ചത്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നുള്ള ചികിത്സയ്ക്കിടെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വീട്ടിൽ വെച്ച് പെട്ടെന്ന് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് സതീഷ് ഷായെ ഹിന്ദുജ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സതീഷ് ഷായുടെ മരണം ചലച്ചിത്ര ടെലിവിഷൻ വ്യവസായത്തിന് വലിയ നഷ്ടമാണെന്ന് അശോക് പണ്ഡിറ്റ് പറഞ്ഞു. ഏറെ നാളായി വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നുവത്രേ. അടുത്തിടെ അദ്ദേഹത്തിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. സംസ്കാരം ഞായറാഴ്ച നടന്നു. 40 വർഷത്തിലേറെ നീണ്ട തന്റെ അഭിനയ ജീവിതത്തിൽ അവിസ്മരണീയമായ വേഷങ്ങളിലൂടെ സതീഷ് ഷാ ഇന്ത്യൻ സിനിമയിലും ടെലിവിഷനിലും ശ്രദ്ധേയനായി. 1978 അരവിന്ദ് ദേശായിക്ക് അജീബ് ദാസ്താൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം തന്റെ കരിയറിലെ 250-ൽ സിനിമകളിൽ അഭിനയിച്ചു. 1983 പുറത്തിറങ്ങിയ ജാനെ ബി ദോ യാരോ എന്ന ചിത്രത്തിലെ പ്രകടനം അദ്ദേഹത്തെ ജനപ്രിയ താരപദവിയിലേക്ക് എത്തിച്ചു. കുന്ദൻ ഷാ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുനിസിപ്പൽ കമ്മീഷണർ ഡി മൊല്ലയുടെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ശക്തി, ദിൽവാലെ ദുൽഹാനിയ ലേ ജായേഗ, ഹം സാത്ത് സാത്ത് ഹോ, മേം ഹൂംന, കൽഹോന ഹോ, ഫന, ശാന്തി ഓം ശാന്തി തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലും സതീഷ് ഷാ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ സാരാഭായ് വേഴ്സസ് സാരാഭായ് എന്ന പരമ്പരയിലെ ഇന്ദ്രവൻ സാരാഭായ് എന്ന കഥാപാത്രവും സതീഷിനെ ജനപ്രിയനാക്കിയിരുന്നു. ഭാര്യ മധുഷ. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.